പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടുത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് നന്ദി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ നാമത്തിൽ ശാലോം മിഷൻ്റെ മുമ്പിലിരിക്കുന്ന അനേകായിരം കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ജീവിതങ്ങളെയും ഇതാ നിൻ്റെ കരങ്ങൾക്ക് പൂർണ്ണമായി അർപ്പണം ചെയ്യുന്നു. 100 മേനി വിളവ് നൽകുവാൻ തക്കവണ്ണത്തിൽ ഈ ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എവിടെയെല്ലാം ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നുണ്ടോ അവിടത്തേക്ക് അഭിഷേകം ഒഴുകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ഒരു ശക്തിയും കടന്നു വരാൻ പറ്റാത്ത വണ്ണത്തിൽ കോട്ടകൾ കെട്ടി ഈ ശുശ്രൂഷയെ അനുഗ്രഹദായമാക്കി തീർക്കണമേ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിശ്വസ്തനായിരിക്കുക, പ്രതിഫലമുണ്ട്. വിശ്വസ്തനായിരിക്കുക, പ്രതിഫലമുണ്ട്. ഇന്നത്തെ പരിചിന്തനത്തിനും ധ്യാനത്തിനുമായി എടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാം വാക്യം. അതിപ്രകാരമാണ്: നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേകം കാര്യങ്ങളിൽ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കും. നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേകം കാര്യങ്ങളിൽ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കും. വിശ്വസ്തനായിരിക്കുക, നിനക്ക് പ്രതിഫലം നൽകും. ഒരു പക്ഷേ നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ കഠിന അധ്വാനവും നമ്മുടെ സമർപ്പണവും ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ആരും കാണുന്നില്ലെങ്കിലും എപ്പോഴും എവിടെയും ഇരുന്ന് വിശ്വസ്തയോടെ നമ്മെ നോക്കുന്നൊരു കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുമെന്ന് നീ വിശ്വസിക്കണം. എൻ്റെ അധ്വാനം, എൻ്റെ പരിശ്രമം, എൻ്റെ ശുശ്രൂഷ എപ്പോഴും എവിടെയും വിശ്വസ്തനായിരിക്കുവാൻ വേണ്ടി നീ ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും വേണം. നമുക്കറിയാമല്ലോ, തന്നെ ഏൽപ്പിച്ച ആടുകളുടെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ പോലും മറന്നുകൊണ്ട് ദാവീദ് സിംഹങ്ങളോട് ഏറ്റുമുട്ടി. അവനേറ്റ മുറിവിനെ കുറിച്ച് ആരും അറിഞ്ഞില്ല. പക്ഷേ ദൈവം അവൻ്റെ ആത്മാർത്ഥതയും അവൻ്റെ വിശ്വസ്തയും കണ്ടുകൊണ്ട് രാജ്യത്തിൻ്റെ രാജാവാക്കി അവനെ വാഴിച്ചു. ദൈവമായ കർത്താവ് അബ്രാഹത്തോട് പറഞ്ഞു, എൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായി നിഷ്കളങ്കനായി വ്യാപരിക്കുക. മനുഷ്യന്റെ മുമ്പിൽ മാത്രമല്ല, ദൈവത്തിൻ്റെ മുമ്പിലും കുറ്റമറ്റവനായി വ്യാപരിച്ചാൽ മാത്രമേ കർത്താവിൽ നിന്ന് വിശ്വസ്തതയ്ക്കുള്ള പ്രതിഫലം നേടുവാനായിട്ട് സാധിക്കുക. മക്വായുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം വിശ്വസ്തനായി കാണപ്പെട്ടു. അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു. വീണ്ടും നാം കാണുന്നു, പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ പൂർവ്വ യൗസേപ്പ് വിശ്വസ്തനായി കാണപ്പെട്ടു. ദൈവം ജോസഫിനെ ഒരു രാജ്യത്തിൻ്റെ അധിപനാക്കി ഉയർത്തി. ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകാവുന്ന അവസ്ഥയിലും സൂസന്ന വിശ്വസ്തയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിളിന്റെ ചരിത്രത്തിൽ കടന്നു നോക്കിയാൽ വിശ്വസ്തന് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വസ്തതയ്ക്ക് പ്രതിഫലം ലഭിക്കും, കർത്താവിൻ്റെ ആലയത്തിൽ അവന് ആനന്ദകരമായ സ്ഥാനം ലഭിക്കും. വിശ്വസ്തതയ്ക്ക് പ്രതിഫലം ലഭിക്കും, കർത്താവിൻ്റെ ആലയത്തിൽ അവന് ആനന്ദകരമായ സ്ഥാനം ലഭിക്കും.
യേശുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവം എന്തിനു വേണ്ടിയാണ് എനിക്ക് ജന്മം നൽകിയത്? എൻ്റെ ജന്മത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ആരാണ്? ഞാൻ ആരായിത്തീരണമെന്ന് വിശ്വസ്തനായൊരു മനുഷ്യന് മാത്രമേ ചിന്തിച്ച് ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ നിത്യതയിലേക്ക് നോക്കിക്കൊണ്ട് തീരുമാനമെടുക്കാൻ സാധിക്കുക. നമ്മുടെ ജീവിതം അലസമായൊരു ജീവിതത്തിന് വേണ്ടിയല്ല തന്നിരിക്കുന്നത്, സുഹൃത സമ്പന്നമായൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിൻ്റെ സൗഹൃദം തേടിയല്ല നമ്മുടെ പുറപ്പാടായിരിക്കേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണം ഓരോ കുഞ്ഞിനും ഓരോ വ്യക്തിക്കും കിട്ടത്തക്ക വിധത്തിൽ നാം ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തനായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വസ്തതയുള്ള ഒരു ജീവിത പങ്കാളിയായിരിക്കണം. വിശ്വസ്തതയുള്ള ഒരു സ്നേഹിതനായി നമ്മൾ മാറണം. വിശ്വസ്തതയുള്ള ഒരു അയൽക്കാരനായി മാറണം. വിശ്വസ്തതയുള്ള ഒരു ജോലിക്കാരനായി മാറണം. വിശ്വസ്തയുള്ള ഒരു ദാസനായി മാറണം. വിശ്വസ്തതയുള്ള ഒരു പ്രേക്ഷിതനായി മാറണം. വിശ്വസ്തതയുള്ള ഒരു പുരോഹിതനായി മാറണം. വിശ്വസ്തതയുള്ള ഒരു സമർപ്പിതനായി മാറണം. കാരണം എന്തേ? ദൈവം നമ്മോട് അത്രമാത്രം വിശ്വസ്തതയാണ് കാണിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും കൂടി എന്നെ കാണുവാൻ കടന്നു വന്നു. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിലുണ്ടായിരുന്ന ഒരു ഭിന്നിപ്പ് കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ സ്പർശിക്കുന്ന പോലെ തോന്നി. രണ്ടുപേരും വാവിട്ട് കരയാൻ തുടങ്ങി. കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിച്ച് സ്വസ്ഥതയോടെ കടന്നുപോയ ഒരു ഭാര്യയും ഭർത്താവിനെ ഓർക്കുന്നുണ്ട്. മറ്റൊരവസരത്തിൽ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. ഒരു നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിൽ അവർ തെറ്റിപ്പിരിഞ്ഞു. തൻ്റെ കൂട്ടുകാരോട് പറയുന്നതിനേക്കാൾ മുമ്പായി മറ്റു പലരോടും പറഞ്ഞതിൻ്റെ വേദനയുമായിട്ടാണ് കടന്നു വന്നത്. ഞാൻ പറഞ്ഞു, നിന്റെ സുഹൃത്തിനെ വിളിച്ചു കൊണ്ടുവരാനായിട്ട്. എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല അശു. പോരാ, നിന്റെ കൂട്ടുകാരനല്ലേ, സ്നേഹിതനല്ലേ, നീ വിളിക്ക്. അടുത്തിരുന്നു കൊണ്ട് മൊബൈൽ ഫോണിലൂടെ വിളിച്ചു. ആ കൂട്ടുകാരൻ വന്നു. അവൻ്റെ അടുത്ത് വന്നപ്പോൾ കരഞ്ഞ് വിവശനായിട്ടാണ് കടന്നു വന്നത്. എൻ്റെ സുഹൃത്തിനെ ഞാൻ തെറ്റിദ്ധരിച്ചു വച്ച, അതിൻ്റെ പേരിൽ ഒരു മാസക്കാലം തീ തിന്നുകയായിരുന്നു. രണ്ടുപേരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വസ്തരായിരിക്കുന്ന സ്നേഹിതരാകാൻ പ്രാർത്ഥിച്ചു. അന്നു മുതൽ ജെറുസലേം വചന കൂടാരത്തിലെ വെള്ളിയാഴ്ച ശുശ്രൂഷകൾക്ക് അവർ രണ്ടുപേരും വരുവാൻ തുടങ്ങി. വിശ്വസ്തയുള്ള ജോലിക്കാരനായി മാറണം. നമ്മൾ വെറും തൊഴിലാളികളല്ല, മറിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തരായിരിക്കുന്ന ജോലിക്കാരായി മാറണം. സമയത്തിന് വരിക, സമയത്തിന് പോകുക, ന്യായമായ വേതനം സ്വീകരിക്കുക, അങ്ങനെ വിശ്വസ്തനായിരിക്കുന്ന ഒരു ജോലിക്കാരനായി തീരാൻ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഇതിനേക്കാൾ മുൻപായിട്ട് ജെറുസലേമിൽ ആയിരിക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ഗലീലയിലായിരുന്നു. അവിടെ പള്ളിപ്പണി നടക്കുമ്പോൾ ഒരു ജോലിക്കാരൻ സാധാരണ 8 മണിക്ക് വന്നാൽ മതി, അവൻ 7 മണിയാകുമ്പോഴേക്കും എത്തും. അവിടെയുള്ള ചട്ടിയും തൂമ്പയും എല്ലാം സജ്ജമാക്കി വയ്ക്കും. ജോലിക്കാർ ചോദിക്കും, അച്ഛന്മാരുടെ നിനക്ക് എന്തെങ്കിലും കൂടുതൽ ശമ്പളം തരുന്നുണ്ടോ? അവൻ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. നേരത്തെ വന്ന് ജോലിക്ക് വേണ്ട ക്രമീകരണം നടത്തുന്ന ഒരു തൊഴിലാളിയെ ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവാലയം പണി തീർന്നപ്പോൾ അച്ഛന്മാരായ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു അവന് ഒരു ക്യാഷ് അവാർഡ് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ഏത് തലത്തിലുള്ള ജോലിക്കാണെങ്കിലും വിശ്വസ്തയോടെ ജോലി ചെയ്യുന്നവന് പ്രതിഫലം ലഭിക്കുമെന്നുള്ളതിന് സംശയമില്ല. നീ ഒരു ശുശ്രൂഷകനായിരിക്കാം, ഒരു പ്രേക്ഷിതനായിരിക്കാം, ഒരു പക്ഷേ
നിന്റെ ശുശ്രൂഷ ആരും കാണുന്നില്ലെങ്കിലും ദൈവം കാണുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ശുശ്രൂഷയിൽ ധ്യാന മന്ദിരങ്ങളിലും ദൈവാലയങ്ങളിലും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ധാരാളം മക്കൾ ഇപ്പോൾ ടി വിയുടെ മുമ്പിലിരുന്ന് വചനം ശ്രവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ജെറമിയയുടെ പുസ്തകം 31-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, കർത്താവ് നമ്മോട് കാണിക്കുന്ന വിശ്വസ്തത അചഞ്ചലമാണ്. നാമും അതുപോലെ ദൈവത്തോട് അചഞ്ചലമായ വിശ്വസ്തത കാണിക്കണം. ലൂക്കയുടെ സുവിശേഷം 12-ാം അധ്യായം 43-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഏൽപ്പിക്കപ്പെട്ട ജോലികളിൽ വിശ്വസ്തനായിരുന്നാൽ സകല സമ്പത്തുകളുടെയും അധികാരം നിനക്ക് നൽകുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരു പക്ഷേ നീ കഠിനമായി അധ്വാനിക്കുന്നുണ്ടായിരിക്കാം, നീ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം. എങ്കിൽ നീ വിശ്വസ്തനാണോ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് തീരുമാനിക്കേണ്ടതാണ്. കഠിനമായ അധ്വാനവും കഠിനമായ പരിശ്രമവും മാത്രമല്ല ജീവിത വിജയത്തിന് അനിവാര്യമായിട്ടുള്ളത്. അചഞ്ചലമായ വിശ്വസ്തത ആവശ്യമാണ്. ഉയർത്തപ്പെടുമ്പോഴും താഴ്ത്തപ്പെടുമ്പോഴും, തിരസ്കരിക്കപ്പെടുമ്പോഴും സ്വീകരിക്കപ്പെടുമ്പോഴും, രഹസ്യത്തിലും പരസ്യത്തിലും, ചെറിയ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോഴും വലിയ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോഴും, അധികാരമുണ്ടായാലും അത് നഷ്ടപ്പെട്ടാലും, പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം. ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം. ഒരു ചെറിയ അവിശ്വസ്തയുടെ പേരിൽ വിവാഹ ബന്ധങ്ങൾ തകർന്നു പോകുന്നു. ഒരു ചെറിയ അവിശ്വസ്തയുടെ പേരിൽ സ്നേഹബന്ധങ്ങൾ ചില്ലുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നു. ഒരു ചെറിയ അവിശ്വസ്തയുടെ പേരിൽ ജീവിതം മുഴുവൻ ദുഃഖവും പ്രലാപവുമായി കഴിയുന്നു. ആലോചിച്ചു നോക്കുക, സോളമന്റെ അധപതനത്തിന് കാരണം അവന്റെ അവിശ്വസ്തതയായിരുന്നു. സാവൂളിന്റെ മരണത്തിന് കാരണം അവന്റെ അവിശ്വസ്തതയായിരുന്നു. എലീശയുടെ ഭൃത്യൻ കുഷ്ഠരോഗിയായി തീരാൻ കാരണം അവന്റെ അവിശ്വസ്തതയായിരുന്നു. യൂദാസിന്റെ ആത്മഹത്യക്ക് കാരണം അവന്റെ അവിശ്വസ്തതയായിരുന്നു. ഇന്ന് ആയിരക്കണക്കിന് മക്കൾ, ലക്ഷക്കണക്കിന് മക്കൾ ജെറൂസലം വിഷന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്ന നമ്മെ ഓരോരുത്തരും നോക്കിക്കൊണ്ട് യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ നീ വിശ്വസ്തനാണോ? നിന്നെ വിശ്വസിക്കാൻ കൊള്ളാവനാണോ? നിന്റെ മാതാപിതാക്കന്മാർക്ക്, നിന്റെ മക്കൾക്ക്, നിന്റെ അധികാരികൾക്ക് നിന്നെ വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ? എങ്കിൽ നിന്റെ ജീവിതം ധന്യമാണ്. പ്രിയപ്പെട്ടവരെ, പല തലങ്ങളിൽ ഈ വിശ്വസ്തത പ്രകടമായി തീരേണ്ടതായിട്ടുണ്ട്. ദൈവത്തോടുള്ള വിശ്വസ്തത, മനുഷ്യനോടുള്ള വിശ്വസ്തത, ജീവിത പങ്കാളികളുടെ വിശ്വസ്തത, നിന്റെ അധികാരങ്ങളോടുള്ള വിശ്വസ്തത, ഏൽപ്പിക്കപ്പെട്ട ജോലികളോടുള്ള വിശ്വസ്തത. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ നീ അവഗണിക്കരുത്. ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത ഇവ നീ അവഗണിക്കരുത്. ഒരിക്കലൊരു വ്യാപാരി എൻ്റെ പക്കൽ വരികയുണ്ടായി. അദ്ദേഹം വന്ന് പറഞ്ഞത്, ഞായറാഴ്ച ദിവസം എൻ്റെ കടയുടെ ചുറ്റുമുള്ള എല്ലാ കടക്കാരും തുറക്കാണ്. ഞാൻ എന്ത് തീരുമാനമെടുക്കേണ്ടത്? ഒരു പ്രാർത്ഥനയോടെ തീരുമാനം എടുക്കാൻ ഫാദറിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. ഞാൻ ചോദിച്ചു, നല്ല വരുമാനമുണ്ട്, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ അധ്വാനിക്കുന്നില്ലേ? ഉണ്ട് ഫാദറെ. ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ എല്ലാ കടകളും ഞായറാഴ്ച തുറക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് ഞങ്ങൾ തീരുമാനമെടുത്തു, ഞായറാഴ്ചയും കടമുള്ള ദിവസവും
കർത്താവിൻ്റെ ദിവസമാണ്. അന്ന് കട തുറക്കുന്നില്ല. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിട്ടു. 2-3 മാസങ്ങൾക്ക് ശേഷം ആ വ്യാപാരി എൻ്റെ അടുക്കൽ വരികയുണ്ടായി. ഞാൻ എൻ്റെ ഒരു ദിവസം പൂർണ്ണമായിട്ടും എൻ്റെ കർത്താവിന് കൊടുത്തപ്പോൾ സാധാരണ കിട്ടുന്നതിനേക്കാൾ ഇരട്ടി വരുമാനം ഈ വ്യാപാരത്തിലൂടെ ദൈവം എനിക്ക് നൽകി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, അനുദിനം കൃത്യമായ സമയത്ത് കുടുംബ പ്രാർത്ഥന നടത്തുന്ന ഒരു കുടുംബം ഈ വാക്യം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ വിശ്വസ്തതയ്ക്ക് സമ്മാനം കിട്ടാതിരിക്കുകയില്ല. ആഴ്ചയിൽ അല്ലെങ്കിൽ 15 ദിവസത്തിനൊരിക്കൽ, മാസത്തിൽ ഒരിക്കൽ എങ്കിലും കുമ്പസാരക്കൂടിലേക്ക് അണിയുന്ന ഒരു സഹോദരനോ സഹോദരിയോ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ അസന്നിഗ്ധമായ ഭാഷയിൽ ഞാൻ പറയുന്നു, നിന്റെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല. നീ വിശ്വസ്തനായിരിക്കണം. ദൈവിക കാര്യങ്ങളിലായാലും മാനുഷിക കാര്യങ്ങളിലാണെങ്കിലും ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളിലാണെങ്കിലും നീ വിശ്വസ്തത പുലർത്തിയാൽ ദൈവം നിന്നെ കാണാതിരിക്കുകയില്ല. 2 ദിനവൃത്താന്തം 19:9 നാം വായിക്കുന്നു, ദൈവഭയത്തോടും വിശ്വസ്തയോടും കൂടെ പൂർണ്ണ ഹൃദയത്തോടുകൂടി നിന്റെ കർത്തവ്യം നീ നിറവേറ്റുക. ദൈവഭയത്തോടും വിശ്വസ്തയോടും കൂടെ ദൈവത്തിൻ്റെ കർത്തവ്യങ്ങൾ നീ നിറവേറ്റുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിങ്ങൾ കാണാറുണ്ടല്ലോ, വിശുദ്ധന്മാരുടെ ജീവചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. വിശുദ്ധനായ ബെനഡിക്റ്റ് തൻ്റെ കൂടെ താമസിച്ചിരുന്നവർ പോലും തന്നെ കൊല്ലുവാനായിട്ടുള്ള കോപ്പ് കൂട്ടിയത്രേ. വിശുദ്ധനായ മാർട്ടിൻ പോറസ് സഹസന്യാസിമാരിൽ നിന്ന് ഒത്തിരിയേറെ കുത്തുവാക്കുകളും കളിയാക്കലുകളും മാർട്ടിൻ പോറസിന് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പുരോഹിതരുടെ മധ്യസ്ഥനായിരിക്കുന്ന മരിയ ജോൺ വിയാനിയെ പല വിധത്തിലും കളിയാക്കുകയും കുമ്പസാരക്കാരുടെ മധ്യസ്ഥനായിരിക്കുന്ന വിയാനി പുണ്യവാന്റെ കുമ്പസാരം പോലും വിലക്കുവാനായിട്ട് ഇടവന്നിട്ടുണ്ട് കുറച്ച് കാലത്തേക്ക്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ തൻ്റെ കൂടെ താമസിച്ചിരുന്ന സന്യാസിമാർ തെറ്റിദ്ധരിച്ച് അവനെ മറ്റൊരു ആശ്രമത്തിൽ അവൻ്റെ കണ്ണുകെട്ടി ആവശ്യത്തിന് പോലും വെളിച്ചമില്ലാത്ത ഒരു ഇരുണ്ട മുറിയിലാക്കിയെന്ന് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ഇത്രയേറെ കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ടും ഇത്രയേറെ ദുഃഖങ്ങൾ ഉണ്ടായിട്ടും അവർ യേശുവിനെ ഉപേക്ഷിച്ചില്ല, സഭ വിട്ടുപോയില്ല, ശുശ്രൂഷയിൽ നിന്ന് വിട്ടുമാറിയില്ല. കാരണം എന്തേ? അവർ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. അവർ ദൈവത്തെ കൂടുതൽ ആശ്രയിച്ചു, അവർ ദൈവത്തെ കൂടുതൽ സ്നേഹിച്ചു. എന്തു സംഭവിച്ചാലും ദൈവം അറിയാതെ എന്നിൽ ഒന്നും സംഭവിക്കുകയില്ല. വാട്ട് എവർ ഹാപ്പൻസ് ഇൻ അവർ ലൈഫ്, ഇറ്റ് ഈസ് നോട്ട് എ ബൈ ചാൻസ്, ഇറ്റ് ഈസ് എ കാൽക്കുലേറ്റഡ് പ്ലാൻ ഓഫ് ഗാഡ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ അനുമതിയോടും ദൈവത്തിൻ്റെ അറിവോടും കൂടിയാണെന്ന് വിശുദ്ധാത്മാക്കൾ വിശ്വസിച്ചതുകൊണ്ടാണ് കൈപ്പേറിയ അനുഭവങ്ങളിൽ, തെറ്റിദ്ധരിക്കപ്പെട്ട അവസരങ്ങളിൽ ഈശോയെ ഉപേക്ഷിക്കാതെ ശുശ്രൂഷയിൽ തീശ്വരോടെ വളരാനായിട്ട് സാധിച്ചത്. ഇന്ന് വിവിധങ്ങളായ ധ്യാന മന്ദിരങ്ങളിൽ, വിവിധങ്ങളായിരിക്കുന്ന ആശ്രമങ്ങളിൽ, വിവിധങ്ങളായ കന്യകാലയങ്ങളിൽ ആരൊക്കെ വിശ്വസ്തയോടെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല, വേദനകൾ ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ആരും കാണാതെ നീ വിശ്വസ്തയോടെ ജീവിക്കുന്ന ആ ജീവിതം തമ്പുരാൻ കാണുന്നുണ്ട്. ആ ദൈവം നിന്നെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. ഒരു പക്ഷേ നിങ്ങൾ എന്നോട് ചോദിക്കും, എങ്ങനെയാണ് എനിക്ക്
ഈ വിശ്വസ്തതയിൽ വളരുവാൻ സാധിക്കുക എന്ന്. ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വളരെ ശ്രദ്ധയോടെ വചനം ശ്രവിക്കുന്ന മക്കൾക്ക് 3 നിർദ്ദേശങ്ങളാണ് തരുന്നത്. ഒന്ന്, സമയത്തിൻ്റെ മൂല്യം നീ തിരിച്ചറിയണം. സമയത്തിൻ്റെ മൂല്യം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിശ്വസ്തയോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. ഇന്ന് പ്രത്യക്ഷപ്പെടുകയും നാളെ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞിന് സദൃശമാണ് നമ്മുടെ ജീവിതം. അത്ര ഹ്രസ്വമായ ജീവിതത്തെ എന്തിനാണ് അവിശ്വസ്തത കൊണ്ട് നീ നശിപ്പിച്ച് കളയുന്നത്? നിന്റെ ഹ്രസ്വമായ ജീവിതത്തെ അനശ്വരമാക്കി തീർക്കാൻ സമയത്തിൻ്റെ മൂല്യമനുസരിച്ച് ഓരോ നിമിഷവും, ഓരോ മണിക്കൂറും, ഓരോ ദിവസവും നീ ജീവിച്ചാൽ നീ ദൈവത്തോട് വിശ്വസ്തനായിരിക്കും. 2, നീ ഉറച്ചു നിൽക്കണം. വചനത്തിൽ നീ ഉറച്ചു നിൽക്കണം. കുരിശിന്റെ വഴിയിൽ നീ ഉറച്ചു നിൽക്കണം. ഉപവാസത്തിൽ നീ ഉറച്ചു നിൽക്കണം. വെളിപാടിന്റെ പുസ്തകം 2:10 നാം വായിക്കുന്നു, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ തരും. ഉറച്ചു നിൽക്കണം പ്രിയപ്പെട്ടവരെ, ഉറച്ചു നിൽക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവന്റെ കിരീടം നേടുന്ന കർത്താവിലേക്ക് ദൃഷ്ടി മുറപ്പിച്ച് മുന്നോട്ട് നീങ്ങണം. അവസാനമായി സ്വയം പരിത്യജിക്കണം. സ്വയം പരിത്യജിക്കണം. ഞാൻ ഇല്ലാതെയായി തീരണം. ഓർക്കണേ, അഴിയാതെ വളർച്ചയില്ല. പത്തായപ്പുരയിൽ ഇരിക്കുന്ന ഗോതമ്പ് മണിക്ക് കതിർക്കുലയാകാൻ സാധ്യമല്ല. നമ്മൾ അഴിയണം. നമ്മൾ തൊഴിക്കപ്പെടണം, പൊടിക്കപ്പെടണം, ചൂടാക്കപ്പെടണം, അപ്പമായി തീരണം, പങ്കുവയ്ക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, സ്വയം ത്യജിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ, സ്വയം അഴിയാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ വിശ്വസ്തനായിരിക്കാൻ സാധിക്കുക. സുഭാഷിത പുസ്തകം 3:3 നാം വായിക്കുന്നു, കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ, അവ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയ ഫലകങ്ങളിൽ നീ രേഖപ്പെടുത്തുക. ഒരിക്കൽ കൂടി സുഭാഷിതം 3:3 പറയുന്നു, കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ, അവ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയത്തിൻ്റെ ഫലകങ്ങളിൽ രേഖപ്പെടുത്തുക. എനിക്ക് ഏറ്റവും പറയും നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരു വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആരംഭിച്ചത്. വിശ്വസ്തനായിരിക്കുക, വിശ്വസ്തയോട് പെരുമാറുക, വിശ്വസ്ത നിറഞ്ഞ വാക്കുകൾ പറയുക. വിശ്വസ്തനെ ദൈവം അനുഗ്രഹിക്കും, അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ തിരുമുമ്പിൽ വചനം ശ്രവിച്ച നമുക്ക് കണ്ണുകളെ അടച്ച് കരങ്ങൾ കൂപ്പിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഒരു വിശ്വസ്തമായ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിലും മനുഷ്യ സന്നിധിയിലും കാഴ്ചവെക്കുവാൻ അയോഗ്യനായ എന്നെ നീ അനുഗ്രഹിക്കണമേ. വിശ്വസ്തയോടെ ജോലി ചെയ്യാൻ, വിശ്വസ്തയോടെ കുടുംബകാര്യങ്ങൾ അന്വേഷിക്കാൻ, വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യാൻ, വിശ്വസ്തയോടെ നിരത്തിനുമ്പിൽ വ്യാപരിക്കാൻ, ഏൽപ്പിക്കപ്പെട്ട എല്ലാ ജോലികളിലും വിശ്വസ്തനായിരുന്നു കൊണ്ട് സർവസമ്പത്തിൻ്റെയും അധികാരം ഏറ്റുവാങ്ങുവാൻ കർത്താവേ നീ എന്നിൽ കനിയണമേ. ഇന്നേ ദിവസം വിവിധങ്ങളായ സ്ഥലങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ, മാർക്കറ്റ് സ്ഥലങ്ങളിൽ, വഴിയോരങ്ങളിൽ, കുടുംബങ്ങളിൽ എവിടെയൊക്കെ നീ വ്യാപരിക്കുന്നുണ്ടോ അവിടെയൊക്കെ എന്നെ കാണുന്ന ദൈവത്തെ, എന്നോട് അചഞ്ചലമായ വിശ്വസ്തത കാണിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസം വ്യാപരിക്കുവാൻ കൃപയും വരവും നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.